നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്സപ്പിൽ വന്നിട്ട് എന്നെ കിട്ടിയില്ല. അല്ല, ഞങ്ങൾ രാവിലെ ഒന്ന് പുറത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങളായിരുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഒരുപാട് കാര്യങ്ങളായിരുന്നു. ഫോൺ എൻ്റെ എന്തോ പ്രശ്നം വന്ന് ഗൂഗിൾ പേ ക്യാഷ് ഇട്ടിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ വിളിച്ചു. അപ്പം ഫോണിൽ എന്തോ പ്രശ്നമായി കേട്ടോ. ഫോണൊന്ന് സ്റ്റക്കായി. എല്ലാം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പിൽ ദയവ് ചെയ്ത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള ഫോട്ടോസുകളൊന്നും വിടരുത് കേട്ടോ. ഫോട്ടോസുകൾ തന്നെയല്ല, നമുക്ക് എന്താ ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇടത്തില്ലേ, എനിക്കതൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനെ ശ്രീരാമസ്വാമിയുടെ പാട്ടുകളും കഥകളും ഒക്കെ ഞാനിതൊക്കെ നോക്കുമായിരുന്നു, എല്ലാവരും ഇട്ട് തരുന്നത്. പക്ഷേ സോറി, ഞാൻ താന്നു പറയുക, എൻ്റെ ഫോണിനകത്ത് അങ്ങനെയൊന്നും വിടരുത്. എൻ്റെ ഫോണിന്ന് രാവിലെ മുതൽ അനങ്ങാണ്ടായിപ്പോയി. പിന്നെ എന്നെ വിളിച്ചവർക്കും പറഞ്ഞവർക്കും ഒക്കെ മനസ്സിലാകും, ഗൂഗിൾ പേ ക്യാഷ് ഇട്ടവരുടെ ഒന്നും എനിക്ക് ക്യാഷ് കിട്ടിയില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളായി കേട്ടോ. നല്ല സ്പേസും നല്ല ഇതുമുള്ളൊരു ഫോണാണ്. പക്ഷേ എനിക്ക് ഫോണിനകത്ത് ഇപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എൻ്റെ ഫോണിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ആരും ഇനി എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി വരല്ലോ വാട്സപ്പിൽ കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നില്ല, അതിനെല്ലാം ഞാൻ ഞാൻ വോയിസ് മെസ്സേജാണ് അയക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്പേസ് നമ്മുടെ നഷ്ടപ്പെടും. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തുറന്നു പറയുവാണ്, ആരും അങ്ങനെ ഒന്നും വിടരുത്. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ റാഗിയും ക്യാരറ്റും ഒക്കെ എടുത്ത കൂടെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് അങ്ങ് പറയുക കേട്ടോ. ഞാനെല്ലാം കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ റാഗിന്ന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. മുത്താറി എന്ന് പറയും, പഞ്ഞപ്പുല്ലെന്ന് പറയും. നമ്മുടെ മക്കളൊക്കെ കുഞ്ഞായിരുന്നപ്പം കൊടുത്ത സാധനമില്ല, അതാണിത്. പിന്നെ നമ്മുടെ ക്യാരറ്റ് വൈറ്റമിൻ സിയുടെ കലറാണ്, ഉണ്ട്. നമുക്ക് സ്കിന്നിന് കളർ കൂട്ടാൻ നല്ലതാണ്, നമ്മുടെ വയറ്റിലേക്ക് കഴിച്ചാൽ നല്ലതാണ്, നമുക്ക് നല്ല നിറം കൂട്ടാൻ നല്ലതാണ്, നമുക്ക് ഗ്ലോ വരാൻ നല്ലതാണ് സ്കിന്നിന്. അപ്പം കുറേ ചേച്ചിമാർ, പ്രായമുള്ള ചേച്ചിമാരാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലർ പ്രായം എഴുതിയിട്ടുണ്ട്, ചിലർ പ്രായം എഴുതിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് സ്കിന്നൊന്നും ഡ്രൈ ഓയിൽ വാങ്ങിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഓയിലിൻ്റെ കാര്യമൊന്നും അവരോട് പറഞ്ഞില്ല, അവർക്ക് വീഡിയോ കാണുന്നല്ലേ, കാണാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നുള്ളവർക്ക് സ്കിന്നിനെ ഒന്ന് സ്മൂത്താക്കാനും ഗ്ലോ വരാനുമുള്ള ഒരു സ്ക്രബും പായ്ക്കും മസാജും എല്ലാം ഇതിനകത്തുണ്ട്. ഈ ഒറ്റ പ്രാവശ്യത്തെ ഈ ഇടിയിലും കൊണ്ട് നമുക്ക് സ്ക്രബിങ് കിട്ടുന്നുണ്ട്, പായ്ക്കിൻ്റെ ഫലം കിട്ടുന്നുണ്ട്, മസാജും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനമാണ്, നമ്മുടെ റാഗിയാണ്. അപ്പോൾ റാഗി ഞാൻ ഇന്നിപ്പം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് നല്ലതുപോലെ അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി ഒരു ക്യാരറ്റിൻ്റെ അരമുറി, ക്യാരറ്റ് എങ്ങനെയാണ് എടുക്കേണ്ട മുഖത്തൊക്കെ തേക്കാൻ, ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അല്ലെങ്കിൽ വിനാഗിരിയോ ഉപ്പോ ഇട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് വേണം നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ആ അരച്ചെടുത്തതിനകത്തോട്ട് തന്നെ നമ്മുടെ നല്ല കുതിർന്നിരിക്കുന്ന റാഗിയും ഇട്ട് കൊടുക്കണം. അപ്പം അത് രണ്ടും കൂടെ അരച്ച് വെച്ചതാണത് ഇത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ കണ്ടോ, അത് രണ്ടും കൂടെ അരച്ച് വെച്ചതാണിത്. അപ്പോൾ നല്ല പോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടും അങ്ങ് അരഞ്ഞ് സ്മൂത്താക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒരു ഫലം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു പരുവരിക്കണം കേട്ടോ. ഒരു സ്ക്രബ് ചെയ്യാനും മസാജ് ചെയ്യാനും പായ്ക്കിൻ്റെയും കൂടെ ഒരു ഫലം കിട്ടുന്ന പോലെ ആ ഒരു രീതിയിൽ നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മുടെ മുഖത്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കും നല്ലൊരു പായ്ക്കിൻ്റെയും നല്ലൊരു സ്ക്രബിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നി. മൂക്കിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ഓയിൽ എന്നും തേക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ആഴ്ചയിൽ ഒന്ന് ഓയിൽ തേക്കുന്നവരെ ആഴ്ചയിൽ ഒന്ന് ചെയ്യേണ്ട പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടൊപ്പം തന്നെ ഇതും നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. മുഖം നല്ല ഗ്ലോ ആവാനായിട്ടുള്ള ഒരു മാർഗമാണിത്. നമുക്ക് നല്ല നമുക്ക് ഇവിടെ
ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നല്ല ഒരു നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന ഒരു ഇത് വരും, ഒരു ലൈവ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും ചെയ്തു നോക്കണം. ഒരു 20 വയസ്സായ കുട്ടികൾക്ക് മുതൽ ഒരു 80 വയസ്സായ അമ്മമാർക്ക് വരെ ഇത് ചെയ്ത് നോക്കാവുന്ന ഒരു പായ്ക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് അതുപോലെ തന്നെ അങ്ങ് ഇരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നിട്ട് പിന്നെ ബാക്കി പരിപാടികളോട്ടൊക്കെ കിടക്കാമെന്ന് കരുതി. ഇപ്പം എന്തേ സമയം 6 മണി ആകാറായി. അപ്പോൾ എനിക്ക് ഒത്തിരിയും പരിപാടികൾ തൂത്തുവാരണം, എല്ലാം ചെയ്തിട്ട് വേണം വിളക്ക് എത്തിക്കാൻ, മേല് കഴുകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ എങ്കിലും ഈ ചുരിദാറെ പറ്റാതെ ഞാനൊരു ടർക്കിയൊക്കെ എടുത്തിട്ട് വരാം. ഒരു ചെറിയ ടർക്കിയെ കണ്ടുള്ളൂ കേട്ടോ, എന്നാലും മതി, ഇത് മതി. ഇങ്ങനെ കുറച്ച് നാകാതിരുന്നാൽ മതി. ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കറയൊക്കെ കാണുമായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ സ്ക്രബും പായ്ക്കും മസാജും ക്രീമും എല്ലാം കൂടെ ഉള്ളൊരു സാധനമാണിത്. പക്ഷേ ഇത് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്തണം. മുഖത്ത് എന്നോട് എന്നോട് വന്ന് വാട്സപ്പിൽ വന്ന് പറയുന്നവരെല്ലാവർക്കും ഇപ്പം ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലാകും. കാരണം എൻ്റെ അടുത്ത് വന്ന് എല്ലാവരും പറയത്തില്ലേ, ശുഭയുടെ പായ്ക്കുകളെല്ലാം സൂപ്പറാണ്, ഞങ്ങൾ ചെയ്തു നോക്കി, ശുഭയെ മുഖത്ത് സൗന്ദര്യം എന്നാണ് ഇപ്പോഴാണ് അറിയുന്നത്, പിന്നെ മുഖത്ത് ഗ്ലോ വന്നു, മുഖത്ത് കളറ് വന്നു, പിന്നെ നമ്മുടെ ഓയിൽ തേച്ച് കരിമകല്ലിയൊക്കെ മാറിയിട്ടുണ്ട്, നമ്മുടെ കറുത്തപാട് മാറിയിട്ടുണ്ട്. ഇല്ലേ, ഇതൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാറില്ലേ. അപ്പോൾ ഈ ഒരു സാധനങ്ങളും കൂടെ നിങ്ങൾ ശുഭയെ വിശ്വസിച്ച് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ലൊരു പായ്ക്കായത് കേട്ടോ. ഇതിങ്ങനെ നമ്മുടെ മുഖത്ത് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പോലെ ഒന്ന് നല്ലതുപോലെ കുറച്ച് ഏറെ എടുക്കണം കേട്ടോ. പിശുക്കൊന്നും ആരും കാണിക്കല്ലോ. റാഗി പൗഡറാണ്, സൂപ്പറാണ്. നമുക്ക് പണ്ടൊന്നും നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ കുറുക്ക് കൊടുക്കുമ്പോഴൊന്നും നമുക്ക് ഇത്രയും ഗുണങ്ങൾ ഇതിൻ്റെ അറിയില്ല അല്ലേ. എല്ലാവർക്കും അറിയാമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണം എന്നതിലുപരി എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്നൊന്നും. പിന്നെ നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ റാഗി എപ്പോഴും നമുക്ക് കഴിക്കാവുന്ന ഒരു ആഹാര കാര്യമാണെന്നും വണ്ണം കുറയാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണെന്നും റാഗിക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞത് ഇപ്പം ഈ ഒരു സന്ദർഭത്തിലാണല്ലേ, ഒരു അടുത്തിടകൊണ്ടല്ലേ ഇത്രയും ഡോക്ടേഴ്സും ഒക്കെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും കഴുത്തേലും നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. കഴുത്തേലും ഇവിടെയൊക്കെ ഞാൻ മേല് കഴുകാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കഴുത്തേലും കൂടെ ഇട്ട് കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തേലും കൂടെ ഇട്ട് കൊടുക്കണേ. നമ്മളെപ്പോഴും ഇങ്ങനെ ഈ സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഇടുങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ കറുപ്പ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നല്ല ഒരു സ്ക്രബ് മുഖത്തിടുന്ന ഒരു ഇതുമുണ്ട് കേട്ടോ. അപ്പം മൂക്കിൻ്റെ 2 സൈഡ്, മൂക്കിൻ്റെ ഇവിടം. ഇന്ന് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ പോവാണേ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ മൂക്കിൻ്റെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന സാധനമില്ലേ, അത് ഓപ്പറേഷൻ ചെയ്ത് ശുഭ, അയ്യോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ, നിങ്ങളെല്ലാവരും പറയുന്നില്ല നമ്മുടെ ഓയിൽ കൊണ്ടുപോയി അങ്ങനെയായി ഇങ്ങനെയായി, കരിമംഗല്യം മാറി, പാലുണ്ണി മാറി, അരിമ്പാറ മാറി, കുഴിനകം മാറി, കൈ മുറിഞ്ഞപ്പോൾ എടുത്ത് പുരട്ടിയപ്പോൾ മുറി ഉണങ്ങി, പൊള്ളിയ പാടുകളെല്ലാം മാറി, നിങ്ങൾ എന്തെല്ലാമാ നമ്മുടെ ഓയിലിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു 3 ദിവസം മിനിഞ്ഞാന്ന് മുതൽ ഞാൻ ഈ ഓയിൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു സാധനമില്ല, അത് പാലുണ്ണി ഒന്നുമല്ല, അതൊരു ദശ പോലെ ഇങ്ങനെ കുഞ്ഞായിട്ട് വന്നിട്ട് ഇപ്പോൾ അത് വലുതായി വരും. എനിക്ക് പേടിയാ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ അവരെന്നാലും റിമൂവ് ചെയ്ത് കളയുമായിരിക്കും, വേദനയൊന്നും കാണത്തില്ല, മരപ്പിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഒന്ന് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പം ഇവിടെ എങ്ങാണ്ട് നമ്മുടെ പല്ലെടുക്കാനായിട്ടൊക്കെ പല്ലിനകത്ത് കുത്തിവെക്കുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ എങ്ങാണ്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ തന്നിട്ട് ഇത് എടുത്ത് കളയുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്ക് പേടിയാ പോവാൻ. ഇത്രയും പ്രായമായെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനുണ്ടല്ലോ, ഞാൻ 2 ദിവസമായിട്ട് നമ്മുടെ ഓയിൽ അവിടെ ഇങ്ങനെ അങ്ങ് തേക്കുക. പക്ഷേ അവിടെ കൈ കൊണ്ട് തൊട്ടാൽ അത് വളർന്ന് വലുതാവുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അത് പോകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നോക്കാം നമുക്ക് എന്തായാലും.
ഒരു 10-15 ദിവസം നമുക്ക് ഇട്ട് കൊടുക്കാം. അത് വലുതാകുവാണോ അതോ അതിനകത്ത് എന്തെങ്കിലും എന്തുകൊണ്ടാണത് വളർന്നത്, അതിൻ്റെ ഒരു ഇത് വെച്ച് നമ്മുടെ ഓയിലും കൊണ്ട് ഞാൻ ഇത്രയും നാളായിട്ട് തുറത്തു പോലും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഓർമ്മ കൈവളം ചെന്ന് അത് വലുതാകുമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പേടി. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ കാര്യം, രാവിലെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ച ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ശുഭയുടെ വീഡിയോസ് ഒന്നും കാണില്ല, ശുഭ ഇനി മൂക്കിൻ്റെ വല്ലതും ചെയ്യാൻ ഡോക്ടറുടെ അടുത്ത് വല്ലതും പോയിരുന്നു അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ചേച്ചിയുടെ അടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഇത് പോകുമെന്ന്. എൻ്റെ അടുത്ത് ആരോ ഇതുപോലെ ഒരാൾ വാട്സപ്പിൽ വന്ന് പറഞ്ഞായിരുന്നു, ശുഭയെ പാലുണ്ണി പോകുന്നല്ലേ, ശുഭയുടെ മൂക്കേലയും കൂടെ തേച്ച് കളയത്തില്ലേ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ എൻ്റെ മൂക്കെ പാലുണ്ണി അല്ലല്ലോ, പാലുണ്ണി ഒന്നുമല്ല, എന്തോ ദശ പോലെ ഇങ്ങനെ വരുന്നതല്ലേ. അപ്പം ഈ എണ്ണയും കൂടെ തേച്ച് പോയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി ധൈര്യം സംഭരിച്ച് ഞാൻ അവിടെ പോയിരുന്നത് എടുത്ത് കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇനി വലുതായി വന്നേച്ച് മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയാൽ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും അത് കളയണം. ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുക. ഇത് കണ്ടോ, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മസാജ് ചെയ്യണം. നമ്മുടെ റാഗിപ്പൊടിയും ക്യാരറ്റും കൂടെ ഇട്ട് നല്ലതുപോലെ ഇതാ മസാജ് ചെയ്യുവാണ്. കണ്ണിൻ്റെ ഇവിടെ എല്ലാം മസാജ് കൊടുക്കാം കേട്ടോ. വലിയ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യേണ്ട, പതുക്കനെ മസാജ് ചെയ്താൽ മതി. മൂക്കിൻ്റെ സൈഡ്, മൂക്കിൻ്റെ ഇവിടം എല്ലായിടും നല്ലപോലെ ഒന്ന് 15 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ബാക്കിയും കൂടെ നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ആക്കി കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞ് പിന്നെ ഒരു വീണ്ടും 20 മിനിറ്റ് വെക്കേണ്ട, ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആകും കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ വെള്ളം കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുത്തിട്ട്, ഞാൻ ഇതിനകത്ത് പാലോ തേനോ തൈരോ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ ക്യാരറ്റും ഇതും കൂടെയാണ് ഞാൻ ഒന്നിച്ച് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം, നല്ലപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് തന്നെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തോണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഞാൻ പോട്ടെ. അപ്പം ഞാൻ ഇത് എനിക്ക് വേറെ ഒന്നുമില്ല, നല്ലപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങളുടെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആകും, നല്ല ഗ്ലോ വരും, മുഖത്ത് നല്ല മാറ്റം വരും. അല്ലേ നോക്കട്ടെ, ഞാൻ കുറച്ച് പണിയൊക്കെ ഉണ്ട്, ആ പണിയൊക്കെ മുഖത്ത് വെച്ചുകൊണ്ട് തന്നെ ഇരുന്ന് ചെയ്യാം. മിണ്ടാതിരുന്നാൽ മാത്രം മതി, മിണ്ടരുത്, ചിരിക്കരുത്, ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ കാര്യം ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുക കേട്ടോ. ഫോണിനകത്തോട്ട് അനാവശ്യ മെസ്സേജുകളൊന്നും വരല്ലേ. ഇത്രയും നാളും വന്നു, എനിക്കറിയാമല്ലോ, ഇട്ടവരെല്ലാവർക്കും മനസ്സിലായി കാണും. എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് രാവിലെ ശ്രീരാമസ്വാമിയുടെയും ഒക്കെ കേൾക്കുന്നത് എനിക്കെല്ലാം ഇഷ്ടമായിരുന്നു, ഞാൻ കേൾക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാത്ത കാര്യങ്ങളും നമ്മുടെ അർജുൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇട്ട് തരുമായിരുന്നു, ഞാൻ എല്ലാം കേൾക്കുമായിരുന്നു, ആസ്വദിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഫോൺ നന്നാക്കി തന്ന കടയിൽ പറഞ്ഞു ഒരുപാട് മെസ്സേജുകൾ മുഴുവൻ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ എല്ലാം ഡിലീറ്റ് ആക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഈ ദൈവത്തെ ഓർത്ത് ആരും അനാവശ്യ മെസ്സേജുകൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ചിലരിങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ വലിയ ഫോട്ടോയാണ്, വലിയ വലിയ വീഡിയോയ. ആ വീഡിയോയ്ക്കകത്ത് 3 മിനിറ്റ് 4 മിനിറ്റുള്ള കീർത്തനങ്ങൾ കാണും, കാര്യങ്ങൾ കാണും. അതൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ ഫോണിൽ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ആരും അങ്ങനെയൊന്നും ഇടരുത്. നമുക്ക് തന്നെ വോയിസ് മെസ്സേജ് അയക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഓയിലിൻ്റെ കാര്യമൊക്കെ നമ്മൾ എന്തോരം വോയിസ് മെസ്സേജ് നമ്മൾ അയക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് വേറെ ഒത്തിരി പണികളുണ്ട്. അപ്പം നല്ലൊരു പായ്ക്കാണ് റാഗിയും ക്യാരറ്റും. രണ്ടിൻ്റെയും ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇതേ ചെറുതായിട്ട് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തൂത്ത് വരാനൊക്കെ ഒന്ന് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഞാൻ മുഖം ഒന്ന് കാണിച്ചിട്ടേ പോകുന്നുള്ളൂ. മുഖം നല്ലപോലെ കഴുകി കളഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല മാറ്റമുണ്ട് മുഖത്ത്, നല്ല ഗ്ലോ വരും മുഖത്ത് കേട്ടോ. ഇത് കണ്ടോ, റാഗി പൗഡറും നമ്മുടെ ക്യാരറ്റും കൂടെയുള്ള ഫേസ് പായ്ക്ക് നല്ല സൂപ്പറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. മുഖത്ത് നല്ല മാറ്റം വരും. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ ഞാൻ പോവാണ്. അപ്പം സന്ധ്യയായി. ഇനിയിപ്പം നാളെ കാണാം. ബൈ.